നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ആന്റണി രാജുവിനെ ഇരട്ട പ്രഹരം. തൊണ്ടി മുതൽ മോഷ്ടിച്ചു എന്ന കേസിൽ കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അഡ്വക്കേറ്റ് പദവിയും നഷ്ടമാകും. ആന്റണി രാജുവിന്റെ അഭിഭാഷക ലൈസൻസ് റദ്ദാക്കാൻ ബാർ കൗൺസിൽ നടപടികൾ ആരംഭിക്കും. കോടതിയെ കബളിപ്പിച്ചും തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചും വിദേശ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച അഭിഭാഷകനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ബാർ കൗൺസിൽ സ്വീകരിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നീതിപീഠത്തോട് കാണിക്കേണ്ട പ്രാഥമിക മര്യാദകൾ ലംഘിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള പ്രധാന ആരോപണം. കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിമുറിച്ചു എന്ന കേസിൽ ശിക്ഷാവിധി വന്നതോടുകൂടി ആന്റണി രാജുവിന് ഇനി വക്കീൽ കുപ്പായം അണിയാൻ യോഗ്യതയില്ല എന്ന വാദമാണ് ശക്തമാകുന്നത്. ബാർ കൗൺസിലിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വിഷയം എത്തുന്നു. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ കണ്ടെത്തിയിട്ടുണ്ട്, വേഗത്തിലാക്കുമെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം അഭിഭാഷക വൃത്തത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കനത്ത ആഘാതമാകും. മന്ത്രിസ്ഥാനം നഷ്ടമായതിന് പിന്നാലെ വക്കീൽ പണിയും പോകുന്നതോടുകൂടി പ്രതിരോധത്തിലാകുകയും ചെയ്യും. ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്ന ഒരാൾ ബാർ കൗൺസിലിൽ തുടരുന്നത് അഭിഭാഷക സമൂഹത്തിന് തന്നെ നാണക്കേടാണെന്ന നിലപാടിലാണ് ഭൂരിഭാഗം അംഗങ്ങളും. ഒരു അടിവസ്ത്രം വെട്ടിമുറിച്ചതിലൂടെ സ്വന്തം ഭാവിയാണ് ആന്റണി രാജു വെട്ടിമുറിച്ചിരിക്കുന്നത് എന്ന പരിഹാസം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ സജീവമാണ്. അടിവസ്ത്ര കേസിലെ കോടതി വിധിക്ക് പിന്നാലെ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് കടുത്ത അസ്ഥിരത്വ പ്രതിസന്ധിയിലാണ്. വക്കീൽ പണി പോകുന്നതിനും ബാർ കൗൺസിൽ നടപടികൾക്കും പിന്നാലെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. മുന്നണി മര്യാദയുടെ പേരിൽ ആന്റണി രാജുവിനെ ഇതുവരെ CPM പിന്തുണച്ചിരുന്നെങ്കിലും തൊണ്ടി മുതൽ മോഷ്ടിച്ചെന്ന നാണക്കേട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയുധമാക്കാനാണ് നീങ്ങുന്നത്. ഇത് LDF പേടിക്കുന്നുമുണ്ട്. ഇതോടെ പാർട്ടിയെ LDFിൽ നിന്ന് അകറ്റി നിർത്തും. ഇത്രയും വലിയ ക്രിമിനൽ കുറ്റാരോപണം നേരിടുന്ന ഒരാൾ നയിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് ഘടകകക്ഷികളുടെയും നിലപാട്. ആന്റണി രാജുവിനെ ഇനി മുന്നണിയിൽ യോഗങ്ങളിൽ വിളിക്കാനും സാധ്യത കുറവാണ്. നേതാവ് പ്രതിസന്ധിയിലായതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ അണികളും മറ്റ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറാനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ ആന്റണി രാജു എന്ന ഒറ്റ നേതാവ് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. UDFും ഈ പാർട്ടിയെ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നതാണ് വാസ്തവം. എന്തായാലും ആന്റണി രാജു പെട്ടതോടുകൂടി ഒരു പാർട്ടിയും പെട്ടിരിക്കുകയാണ്, ഒപ്പം സർക്കാരും.